ഹലോ, എല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേരുന്നു. 2023 വന്നു കഴിഞ്ഞു. അപ്പോൾ വാഹന ലോകത്തും അതിൻ്റെതായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. പുതിയ പുതിയ മോഡൽസ് വരാൻ പോകുന്നു. നമുക്ക് ജനുവരി 12 മുതൽ ഓട്ടോ എക്സ്പോ വരാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യൻ വാഹന ലോകത്ത് എന്തൊക്കെ പുതിയ മോഡൽസാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ വോളിയം സെല്ലറായ മാരുതി സുസുക്കി എന്ന് തന്നെ തുടങ്ങാം. മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത് അവരുടെ ഇന്റർനാഷണൽ മോഡലായ ജിംനിയാണ്. ജിംനി പുറത്തെല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ്. പക്ഷേ പുറം രാജ്യങ്ങളിൽ അതൊരു 3 ഡോർ SUV ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതൊരു 5 ഡോർ ആവുകയാണ്. 5 ഡോർ ജിംനി ആദ്യമായി ഇന്ത്യയിലാണ് പ്രൊഡക്ഷൻ ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഈ മാരുതി സുസുക്കി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 5 ഡോർ ആകുമ്പോൾ ആ വാഹനത്തിന്റെ വീൽ ബേസിൽ ഇൻക്രീസ് വരുന്നുണ്ട്. വീൽ ബേസ് നോർമൽ 3 ഡോറിനെക്കാളും ഒരു 300 മില്ലിമീറ്റർ വീൽ ബേസ് കൂടിയിട്ടുണ്ട് 5 ഡോറിലേക്ക് വരുമ്പോൾ. കൂടാതെ ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരുപാട് കണക്റ്റഡ് ഫീച്ചേഴ്സ് ലോഡഡ് ആണ് ഈ വാഹനം. വാഹനത്തിന്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 1.5 ലിറ്റർ K സീരീസ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഈ വാഹനം വരാനാണ് സാധ്യത. ഈ എഞ്ചിന്റെ ട്രാൻസ്മിഷൻ സെയിം നമ്മുടെ ബ്രസേര് സെയിം എഞ്ചിന് ട്രാൻസ്മിഷൻ ആയിരിക്കും. അതുകൂടാതെ ഈ വാഹനത്തിൽ ഒരു ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓൾ ഗ്രിപ്പ്, മാരുതി സുസുക്കിയുടെ ഓൾ ഗ്രിപ്പ് എന്ന ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ ലോഞ്ചായ ഗ്രാൻഡ് വിറ്റാറ അതിൽ കണ്ട അതേ സെയിം ടെക്നോളജിയാണ്. അതേപോലെ നമ്മൾ ടെറൈൻ സെലക്ടർ ഒക്കെ ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 10 to 15 lakhs ആണ്. ഒരു 2023 മിഡിലോടെ ഈ വാഹനം ലോഞ്ച് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ജിപ്സി റീപ്ലേസ്മെന്റ് പോലെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇത് നമുക്ക് 5 ഡോർ ആയതുകൊണ്ട് നമുക്കൊരു ഫാമിലി കാർ പോലെയും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി അവതരിപ്പിക്കുന്ന ഫസ്റ്റ് മോഡൽ. അടുത്ത് വരുന്ന മാരുതി സുസുക്കിയുടെ ഒരു വോളിയം സെല്ലറിന്റെ വേറൊരു വേർഷനാണ് വരാൻ പോകുന്നത്, ബലേനോ ക്രോസ്. നമ്മൾ പല വാഹനങ്ങളും ക്രോസ് വേർഷൻ കാണാറുണ്ട്. നമ്മൾ ടൊയോട്ടയിലെ ആരിസ് ക്രോസ് കണ്ടിട്ടുണ്ട്, നമ്മുടെ വോക്സ്വാഗന്റെ പോളോയുടെ ക്രോസ് കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബലേനോ ക്രോസ് എന്നൊരു വെർഷനാണ് മാരുതി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ ഇപ്പോൾ ലോഞ്ചായ ഗ്രാൻഡ് വിറ്റാരയുടെ കുറെ ഡിസൈൻ എലമെന്റ്സ് ഈ വാഹനത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലുക്കിൽ ഒരു SUV പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു SUV ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വീൽ ആർച്ചിൽ ബ്ലാക്ക് ഫ്ലെയറിങ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊരു SUVയുടെ ലുക്കിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വാഹനത്തിൽ വരുന്ന എഞ്ചിൻ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് ബലീനോയുടെ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്ത ഒരു മോഡലാണ് ബലീനോ RS. ആ വാഹനത്തിൽ കണ്ടിരുന്ന സെയിം ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലും വരാൻ പോകുന്നത്. ഇതിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വാഹനത്തിന്റെ വില ഒരു 10 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും. ഇത് ഒരു ജനുവരി ഫെബ്രുവരി ആ റേഞ്ചിൽ വാഹനം ലോഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ടെസ്റ്റ് റണ്ണൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വാഹനങ്ങളാണ് 2023 മാരുതി ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനങ്ങൾ. അപ്പോൾ അടുത്ത ഇന്ത്യൻ മാനുഫാക്ചറിലേക്ക് പോകാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ നമ്മുടെ ഹാരിയർ 2019 ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. അതിൽ സൺറൂഫ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഹാരിയറിന്റെ ഒരു ഔട്ട്ഡേറ്റഡ് മോഡലായി എന്ന് നമുക്ക് പലർക്കും തോന്നാറുണ്ട്. ഹാരിയർ മറ്റ് കോമ്പറ്റീറ്ററിനെ അപേക്ഷിച്ച് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. അപ്പോൾ ഹാരിയറിന് ഒരു ഫേസ് ലിഫ്റ്റ് വരാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ഹാരിയർ ഫേസ് ലിഫ്റ്റ് വരെയാണ്. ഹാരിയറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡ് ചെയ്യാൻ പോവുകയാണ് ടാറ്റ. അതായത് 360 ഡിഗ്രി ക്യാമറ, കൂടാതെ അഡാസ് ഫീച്ചേഴ്സ്. അഡാസ് ഇപ്പോൾ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു ഫീച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡാസ് ഫീച്ചർ ഹാരിയറിൽ ഇൻബിൽട്ട് ചെയ്യാൻ പോവുകയാണ്. കൂടാതെ ഇന്റീരിയറിൽ എക്സ്റ്റീരിയറിൽ ഒരുപാട് കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് വരാൻ പോവുകയാണ് ഹാരിയറിൽ നോർമലി ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ഹാരിയറിന്റെ തന്നെ അടുത്തൊരു വേർഷനായ സഫാരിയിലും ഫേസ് ലിഫ്റ്റ് വരും. അപ്പോൾ ഹാരിയർ സഫാരിയും പുതിയ വേർഷൻ വരാൻ സാധ്യതയല്ല, കൺഫേം ആണ്. അപ്പോൾ ഇതിൽ എഞ്ചിനിൽ യാതൊരു മാറ്റം വരുന്നില്ല. 2 ലിറ്റർ സെയിം എഞ്ചിൻ, മൾട്ടി ജെറ്റ് എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഹാരിയറിൽ ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ വർഷം വന്നേക്കാം, അല്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്കായിരിക്കും. എഞ്ചിന് ബാക്കി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. എങ്ങനെ ഒരു എഞ്ചിൻ കൂടെ വരാനുള്ള സാധ്യത ഹാരിയറിലുണ്ട്. അപ്പോൾ അടുത്ത് ടാറ്റ മോട്ടോഴ്സ് പ്ലാൻ ചെയ്യുന്ന ഒരു വാഹനം ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞൊരു SUV ആണ്. അതൊരു കോമ്പാക്ട് SUV അല്ല, നമ്മുടെ നെക്സോണിന്റെ ഹാരിയറിന്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ആ വാഹനത്തിന്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ആ വാഹനം ചിലപ്പോൾ 2023 പ്രതീക്ഷിക്കാം. നമുക്ക് ഓട്ടോ എക്സ്പോയിലെ ബാക്കി ഡീറ്റെയിൽസ് ഏതൊക്കെ വാഹനമാണ് ടാറ്റ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ തൽക്കാലം ഈ ഒരു ഹാരിയർ മാത്രമേ ടാറ്റയുടെ സൈഡിൽ നിന്ന് കൺഫർമേഷനായിട്ട് വന്നിട്ടുള്ളൊരു വാഹനം. ടാറ്റ ഹാരിയറിന്റെ ഫേസ് ലിഫ്റ്റ് ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന അതേ സെയിം ഒരു ഇന്ത്യൻ മാനുഫാക്ചറായ മഹേന്ദ്രയിലേക്കാണ്. മഹേന്ദ്ര 2023 മഹേന്ദ്ര ആദ്യം ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് മഹേന്ദ്ര XUV400 ആണ്. XUV400 അല്ല, 400 EV ആണ്. 400 ഒരു ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. ആ വാഹനം നമ്മുടെ 300 വരെ സെയിം ഒരു ഡിസൈൻ തീമൊക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വാഹനം 300ക്കാളും ലെങ്ത് കൂടുതലാണ്. ഏതാണ്ട് 4.2 മീറ്റർ ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. XUV 300 4 മീറ്ററിന് താഴെയുള്ള വാഹനമാണ്. അത് എക്സൈസ് ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആ ഒരു ലെങ്തിന്റെ ഉള്ളിൽ നിർത്തിയൊരു വാഹനമാണ്. പക്ഷേ ഇതൊരു EV ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എക്സൈസ് ഡ്യൂട്ടി EVക്ക് സാധാരണ കുറവാണ്. അപ്പോൾ അതൊരു 4.2 മീറ്റർ ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇന്റീരിയർ സ്പേസ് ധാരാളമായി ലഭിക്കും. അപ്പോൾ ഈ വാഹനത്തിൽ വരുന്ന ഒരു ബാറ്ററി പാക്ക് എന്ന് വെച്ചാൽ 39.4 kW ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. വാഹനത്തിന്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് 150 bhp, ടോർക്ക് വരുന്നത് 310 Nm. ഈ വാഹനത്തിന്റെ ക്ലെയിംഡ് റേഞ്ച് പറയുന്നത് 456 km ആണ് കമ്പനി പറയുന്ന റേഞ്ച്. ഈ വാഹനം 0 നിന്ന് 100 വരെ എത്താനുള്ള സമയം പറയുന്നത് 8.3 seconds ആണ്. ഈ വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 18 ലക്ഷം രൂപയാണ്. ഈ വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവ്, മീഡിയ ഡ്രൈവ് എല്ലാം ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ വാഹനം ഉടനെ തന്നെ ലോഞ്ച് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനുവരി ആദ്യം നമുക്ക് ഈ വാഹനം ലോഞ്ച് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള എതിരാളി നമ്മുടെ ടാറ്റ നെക്സോൺ തന്നെയായിരിക്കും. നെക്സോൺ പ്രൈം ആയിരിക്കും. അപ്പോൾ മഹേന്ദ്രയിൽ നിന്നുള്ള ആദ്യത്തെ വാഹനമാണിത്. അടുത്ത വാഹനം മഹേന്ദ്രയുടെ താർ. നമ്മൾ ജിമ്മിനി പറഞ്ഞ പോലെ മഹേന്ദ്ര താർ ഇപ്പോൾ 2 ഡോർ ആണ്. താറിന്റെ ഒരു 5 ഡോർ വെർഷനാണ് അടുത്ത മഹേന്ദ്ര പ്ലാൻ ചെയ്യുന്നത്. 5 ഡോർ വെർഷന്റെ ടെസ്റ്റ് മ്യൂളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനവും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ആ ലെങ്തിന്റെ ഇൻക്രീസേ കാണത്തുള്ളൂ, അല്ലാതെ നമ്മളെ എഞ്ചിൻ ട്രാൻസ്മിഷനിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 2 വാഹനങ്ങളാണ് മഹേന്ദ്രയുടെ സൈഡിൽ നിന്ന് 2023 നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് നമ്മൾ പോകുന്നത് ഹ്യുണ്ടായിലേക്കാണ്. ഹ്യുണ്ടായി അനവധി മോഡൽസ് ആണ് ഇന്ത്യയിൽ 2023 ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു മൈക്രോ SUV ആണ്. അതായത് നമ്മുടെ പഞ്ചും സിട്രോൺ C3യുടെ ഒരു എതിരാളിയാണ് വരുന്നത്. ആ വാഹനം വരുന്നത് AI3 CUV എന്നൊരു കോഡ് നെയിമിലാണ് ആ വാഹനം വരുന്നത്. ഈ വാഹനം ഗ്രാൻഡ് ഐട്ടൺ നിയോസിന്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഈ വാഹനം വെന്യൂവിന്റെയും ഗ്രാൻഡ് ഐട്ടന്റെ ഇടയ്ക്കാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ വാഹനത്തിന്റെ വില വരുന്നത് 6 to 8 lakhs ആണ്. വാഹനം ഒരു ഹാഫ് ഓഫ് 2023 ഈ വാഹനം ലോഞ്ച് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഹ്യുണ്ടായുടെ ഒരു എൻട്രിയാണ് ഈ വാഹനം. അടുത്ത് വരുന്നത് നമ്മുടെ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് ആണ്. ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ഇപ്പൊ റീസെന്റ് ആയി ലോഞ്ചായ ടക്സന്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻ തീമിലായിരിക്കും ക്രെറ്റയും വരുന്നത്. ആ ഒരു സിമെട്രിക്കൽ ഗ്രില്ലും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്റീരിയറിൽ വലിയൊരു ടച്ച് സ്ക്രീൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ക്രെറ്റയിലും കൂടുതൽ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഹ്യുണ്ടായി ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്രെറ്റയുടെ വിലയും കൂടാനുള്ള സാധ്യതയുണ്ട്. ക്രെറ്റയും വരാൻ പോവുകയാണ് അപ്ഡേറ്റഡ് ആയി. ക്രെറ്റയും ഒരു പകുതിയോടെ വരാൻ സാധ്യതയുണ്ട്. ഈ 2023 പകുതിയോടെ ക്രെറ്റയും ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത് വരാൻ പോകുന്ന ഹ്യുണ്ടായുടെ അടുത്തൊരു മോഡലാണ് വെർണ ഫ്ലൂയിഡിക് ഡിസൈനിൽ നിന്ന് മാറി ഹ്യുണ്ടായുടെ പുതിയ സ്പോട്ടിനെസ് ഡിസൈൻ തീമിലാണ് വെർണയും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വെർണയിൽ ഡീസൽ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. അതൊന്നും കൺഫേം അല്ല. അപ്പോൾ വെർണയിൽ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതിലും മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി, അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർണയും ഹ്യുണ്ടായി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതൊരു 2023 ഏപ്രിലോടെ ആയിരിക്കും ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത. അടുത്ത് വരുന്നത് ഹ്യുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ ആൻഡ് ഓറ. ഗ്രാൻഡ് ഐട്ടന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ് ഓറ. അപ്പോൾ ഈ 2 വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് ആണ്. അതിൽ എക്സ്റ്റീരിയർ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ സാധിക്കുള്ളൂ. മെക്കാനിക്കൽ ആൻഡ് എഞ്ചിൻ റിലേറ്റഡ് ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഈ വാഹനം 6 to 9 lakhs ഓറ 6.5 to 9.5 lakhs ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അടുത്ത് വരാൻ പോകുന്നതിന് ഹ്യുണ്ടായുടെ തന്നെ ഒരു EV ആണ്. അതായത് അയോണിക് 5 അതായത് കിയയുടെ EV6ന്റെ അതേ സെയിം ഒരു ബ്രദർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അയോണിക് 5 ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യാനാണ് ഹ്യുണ്ടായി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അയോണിക് 5 അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് വില കുറച്ച് EV6-നെക്കാളും ഒരു 10 ലക്ഷം രൂപയോളം വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ EV6ന്റെ അത്രയും ബഡ്ജറ്റ് മുടക്കാൻ
സാധിക്കാത്തവർക്ക് അയോണിക് 6 പരിഗണിക്കാവുന്നതാണ്. അയോണിക് 6 EV6ന്റെ അത്ര, അയോണിക് 5 സോറി. അപ്പോൾ EV6ന്റെ അത്ര ലുക്ക് ഇല്ലെങ്കിലും നമുക്കൊരു പ്രൈസ് ബ്രാക്കറ്റിൽ കൺസിഡർ ചെയ്യാവുന്ന മോഡലാണ് അയോണിക് 5. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഹുണ്ടായി ഇന്ത്യക്ക് വേണ്ടി 2023 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അടുത്താണ് നമ്മുടെ ഹോണ്ട വരുന്നത്, ജപ്പാനീസ് കാർ മാനുഫാക്ചർ ഹോണ്ട വരുന്നത്. ഹോണ്ട റീസെന്റ് ഹോണ്ട സിറ്റി കുറച്ച് മോഡൽസ് ഇപ്പോൾ ഹോണ്ടയ്ക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ അത്യാവശ്യം വോളിയം സെല്ലറാണ്. ഹോണ്ട പുതിയ മോഡൽസ് ഒന്നും ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഹോണ്ട ഒരു SUV സെഗ്മെന്റിലേക്കാണ് വരുന്നത്. ഒരു 4.2 മീറ്റർ ലെങ്ത്, അപ്പോൾ ഒരു മിനി SUV കോമ്പാക്ട് SUV ഒരു 4.2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു SUV ആണ് ഹോണ്ട കൊണ്ടുവരാൻ പോകുന്നത്. അതിലൊരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനുള്ള ടൊയോട്ട ഹൈറൈഡറിനും നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഒരു എതിരാളിയാണ് ഹോണ്ടയുടെ പുതിയ SUV. അപ്പോൾ ഹോണ്ട ഒരു 15 to 18 ലക്ഷം രൂപയ്ക്ക് ആണ് ഇത് പ്രൈസ് ചെയ്യുമെന്ന് ഹോണ്ട പറയുന്നത്. അപ്പോൾ ഹോണ്ടയുടെ SUV ഒരു 2021 മിഡോടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോണ്ട ഒരു SUV മാത്രമേ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത് നമ്മൾ പോകുന്നത് അടുത്ത ടൊയോട്ടയിലേക്കാണ്. ടൊയോട്ട റീസെന്റ് ആയിട്ട് ഇനോവ ഹൈക്രോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്രോസിന്റെ വില ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് അനൗൺസ് ചെയ്തത്. 18 to 29 ലക്ഷം രൂപയാണ് ഇനോവയുടെ വില, ഹൈക്രോസിന്റെ വില. അപ്പോൾ ഹൈക്രോസ് ഓൾറെഡി നല്ല മാർക്കറ്റിൽ റീച്ച് ആയ ഒരു വാഹനമാണ്. ഒരു നിരവധി ബുക്കിംഗ്സ് ആണ് ഈ വാഹനത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ വാഹനത്തിൽ നിരവധി കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും അഡാസ് ഫീച്ചേഴ്സും ഒക്കെ ലോഡഡ് ആണ്. പഴയ ഇനോവയേക്കാൾ ഏതാണ്ട് 100 മില്ലിമീറ്ററോളം ലെങ്ത് കൂടുതലാണ് ഈ വാഹനത്തിന്. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് ഓൾറെഡി പഴയ ഇനോവ നല്ല ഇന്ത്യൻ സ്പേസ് ഉള്ള വാഹനമാണ്. അതിനേക്കാളും ഇന്ത്യൻ സ്പേസും ഫീച്ചേഴ്സും ലോഡഡ് ആയ ഒരു വാഹനമാണ് പുതിയ ഹൈക്രോസ്. അപ്പോൾ ഹൈക്രോസ് ആണ് ടൊയോട്ടയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. കൂടാതെ നമ്മുടെ ഫോർച്യൂണറിന്റെ ഫേസ് ലിഫ്റ്റ് 2023 അവസാനമോടെ വരാൻ സാധ്യത ഉണ്ടെന്നൊരു റൂമർ ഉണ്ട്, അത് കൺഫേം ഒന്നുമല്ല. അപ്പോൾ ഈ രണ്ട് വാഹനമാണ്. ഹൈക്രോസ് കൺഫേം ആണ്, ഹൈക്രോസ് ലോഞ്ച് ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഫോർച്യൂണറാണ്. അപ്പോൾ ഈ രണ്ടുമാണ് ടൊയോട്ടയിൽ നിന്ന് ഉള്ളത്. അടുത്ത് വരുന്നത് നമ്മുടെ സിട്രോണിലേക്കാണ്. സിട്രോൺ അവരുടെ C3യുടെ ഇലക്ട്രിക് മോഡലാണ് അവർ ഉടനെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ലോഞ്ച് ആവും C3യുടെ ഇലക്ട്രിക് മോഡൽ. അതിൽ വേറെ C3യുമായി എക്സ്റ്റേണലി ഒരു ചേഞ്ചസ് ഇല്ല, അതൊരു ഇലക്ട്രിക് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കൂടാതെ C3യിൽ ഉള്ളായിരുന്ന കുറേ പോരായ്മകൾ, അതായത് റിയർ വൈപ്പർ, അങ്ങനെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഇലക്ട്രിക് ഓട്ടോമാറ്റിക് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പോരായ്മകളൊക്കെ ഈ വാഹനത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ C3 ഇലക്ട്രിക് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ. അതിൽ എക്സ്റ്റേണലി ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. സെയിം ആ C3യുടെ അതേ ഷേപ്പാണ്. അപ്പോൾ നമുക്കൊരു സിറ്റി കാറായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മുടെ ടാറ്റ ടിയാഗോ EVയുടെ ഒരു എതിരാളിയായിട്ടാണ് വാഹനം വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് കമ്പനി പറയുന്നത് 350 കിലോമീറ്റേഴ്സ് ആണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ഈ വാഹനം ഒരു Jan to Feb നമുക്ക് പ്രതീക്ഷിക്കാം, C3യുടെ EV. അടുത്ത് വരുന്ന C3യുടെ ഒരു 7 സീറ്റർ ആണ്. C3യുടെ 7 സീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈബറിന്റെ എതിരാളിയായിട്ടാണ് ആ വാഹനം വരുന്നത്. ട്രൈബറെ ആ സെഗ്മെന്റിൽ ഇപ്പോൾ ഉള്ളൂ ഒരു 7 സീറ്റർ. ആ C3യുടെ സെയിം ആ എക്സ്റ്റേണൽ ലേഔട്ട് ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടെ വീൽ ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു 7 സീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു മോഡലായിരിക്കും. കൂടാതെ അതിന്റെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് 16 ഇഞ്ച് വീൽസ് ഒക്കെയാണ് ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിട്രോൺ ഈ രണ്ട് മോഡൽസുമാണ് ഇന്ത്യയിൽ 2023 ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കിയയിലേക്കാണ് വരുന്നത്. കിയ അവരുടെ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റ്, സെൽട്ടോസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. അപ്പോൾ സെൽട്ടോസിന് ഒരു ഫേസ് ലിഫ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ സെൽട്ടോസിന്റെ ഫേസ് ലിഫ്റ്റ് ആണ് കിയ കൊണ്ടുവരാൻ പോകുന്നത്. സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൽ എക്സ്റ്റേണലി ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റും ഗ്രില്ല് അങ്ങനെയുള്ള കോസ്മെറ്റിക് ചേഞ്ചസും, റിയറിലും ടെയിൽ ലാമ്പ് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. കൂടാതെ സെൽട്ടോസിൽ ഒരു പാനോറമിക് സൺറൂഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്റീരിയറിലും വളരെ മാറ്റങ്ങളും അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെൽട്ടോസിന്റെ ഫേസ് ലിഫ്റ്റ് ആണ് കിയ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ വേറൊരു റൂമർ ഉള്ളത് നമ്മുടെ കോണ ഇലക്ട്രിക്കിന്റെ അതേ ഒരു സെയിം വെഹിക്കിള് കിയയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുമാണ് കിയയിൽ നിന്ന് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാൻ പറ്റുന്ന മോഡൽസ്. നമ്മൾ പോകുന്നത് ഫോഴ്സ് മോട്ടോഴ്സിലേക്കാണ്. ഫോഴ്സ് അവരുടെ ഗൂർക്കയുടെ 5 ഡോർ വാഹനം ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. അതിന്റെ ടെസ്റ്റ് റണ്ണൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ടെസ്റ്റ് മോഡൽസ് ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നൊക്കെ ഉണ്ട്. ഇന്റർനെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ജിമ്നിയിലാണ് തുടങ്ങിയത്. ജിമ്നി പറഞ്ഞ പോലെ ഫോഴ്സും അവരുടെ 3 ഡോർ SUV 5 ഡോർ ആക്കുകയാണ്. അപ്പോൾ 5 ഡോർ SUV ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് ആ വാഹനം ഉപയോഗിക്കാം. കുറെ കൂടെ ആൾക്കാർ ആ വാഹനം വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോഴ്സ് റീസെന്റ് ആയിട്ട് അവരുടെ അർബാനിയ എന്ന് പറഞ്ഞ ഒരു യൂട്ടിലിറ്റി വാന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ
ഫോഴ്സ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 5 സീറ്റർ ഗൂർക്കയിലും നിരവധി ടെക്നോളജിയും ഫീച്ചേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗൂർക്ക ഒരു ഫോർ വീൽ ഡ്രൈവും 2 വീൽ ഡ്രൈവ് ഓപ്ഷനിലായിരിക്കും വരുന്നത്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 15 lakhsലായിരിക്കും. ഒരു ഫെബ്രുവരി 2023 ഈ വാഹനം ലോഞ്ച് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വാഹനം നോർമൽ 3 ഡോർ ഗൂർക്കയെക്കാളും ഒരു 400 mm വീൽ ബേസ് കൂടുതലുള്ള ഒരു മോഡലായിട്ടായിരിക്കും ഈ വാഹനം വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന MGയിലേക്കാണ്. MG ഇന്ത്യയിലെ ഹെക്ടർ ലോഞ്ച് ചെയ്ത സക്സസ് ആയ ഒരു കമ്പനിയാണ്. അപ്പോൾ MG അപ്പോൾ ഹെക്ടറിന്റെ സക്സസിൽ ഹെക്ടർ വന്നപ്പോൾ എല്ലാ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഹെക്ടർ വന്നത്. ഹെക്ടറിൽ ആ വലിയൊരു ടച്ച് സ്ക്രീന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു MGയിൽ. അപ്പോൾ ഹെക്ടറിന്റെ ഫേസ് ലിഫ്റ്റ് ആണ് MG കൊണ്ടുവരാൻ പോകുന്നത്. ഹെക്ടറിൽ ഇപ്പോൾ വരുന്ന സ്ക്രീനേക്കാളും വലിയൊരു സ്ക്രീനാണ് MG ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഹെക്ടറിലെ അഡാസ് ഫീച്ചേഴ്സ്, പുതിയ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഒരു വലിയ ഗ്രില്ല്, എക്സ്റ്റീരിയറിൽ നിറയെ കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എഞ്ചിനിലെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. MG ഹെക്ടറിൽ നമ്മളൊരു ഡീസലിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡീസലിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെയാണ് MG ഹെക്ടറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. അതൊരു ജനുവരി 2023 ആ വാഹനം ലോഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത് വരുന്നത് MGന്ന് അടുത്തൊരു EV ആണ് വരാൻ പോകുന്നത്. EV എന്ന് പറയുന്നത് ZS EV ഒന്നുമല്ല, എയർ EV. അതായത് വൂലിംഗ് എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡിന്റെ സെയിം മോഡൽ. അതൊരു ചെറിയ വെഹിക്കിളാണ്. ഒരു 2.9 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. ഒരു ചെറിയ ഓൾട്ടോയെക്കാളും ഒരു ചെറിയ നമുക്ക് സിറ്റി കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതിന്റെ വീൽ ബേസ് വരുന്നത് 2010 mm ആണ് അതിന്റെ വീൽ ബേസ് വരുന്നത്. അങ്ങനെ ചെറിയ വാഹനമാണ്. അതൊരു 20 kW ബാറ്ററി പാക്കും ഒരു 200 to 300 റേഞ്ച് വരുന്ന ഒരു 68 bhp മോട്ടോർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൽ നിരവധി ഫീച്ചേഴ്സ് MG ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഹനത്തിന്റെ പ്രൈസ് ഒരു 10 ലക്ഷം രൂപയൊക്കെ പ്രതീക്ഷിക്കാം. 10 ലക്ഷം രൂപയ്ക്ക് ഫീച്ചർ ലോഡഡ് ആണെങ്കിൽ ഈ വാഹനം വലിയ നഷ്ടമൊന്നുമല്ല. അപ്പോൾ അതാണ് MG എന്ന് വരാൻ പോകുന്ന അടുത്ത മോഡൽ. ഈ വാഹനം നമുക്കൊരു മെയ് 2023 പ്രതീക്ഷിക്കാം. അടുത്ത് നമ്മൾ പോകുന്നത് നിസാനിലേക്കാണ്. നിസാൻ മാഗ്നറ്റിന്റെ സക്സസിന് ശേഷമാണ് നിസാൻ ഇന്ത്യ ഒരു തിരിച്ചു വരവിലേക്ക് ഒരുങ്ങുന്നത്. അപ്പോൾ മാഗ്നറ്റിന്റെ സക്സസിന് ശേഷം നിസാൻ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്ന അടുത്ത വാഹനം xtrail ആണ്. xtrailന്റെ ഫസ്റ്റ് സെക്കൻഡ് ജനറേഷൻ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് അത്ര വോളിയം സെല്ലർ അല്ലാത്തതുകൊണ്ട് തേർഡ് ജനറേഷൻ ഇന്ത്യയിൽ വന്നില്ല. അപ്പോൾ ഈ xtrailന്റെ 4th ജനറേഷൻ ആണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതായത് 1.5 ലിറ്റർ ഹൈബ്രിഡ് പവർ ട്രെയിനിലാണ് ഈ വാഹനം വരാൻ പോകുന്നത്. xtrail ഒരു 5 സീറ്റും ഒരു 7 സീറ്റ് വെർഷൻ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ വാഹനം 2023 മിഡോടെ വരാനുള്ള സാധ്യതയുണ്ട്. നിസാൻ ഇടയ്ക്ക് ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ xtrail ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ജൂക്ക്, കാഷ്ക എന്ന് വേറെ 2 മോഡൽസും ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിസാൻ സൈഡിൽ നമുക്ക് xtrail പ്രതീക്ഷിക്കാം. പക്ഷേ xtrail 1.5 ലിറ്റർ ഹൈബ്രിഡ് മോഡലാണ് വരാൻ പോകുന്നത്. അതിന് 30 to 35 ലക്ഷത്തോളം നമുക്ക് പ്രൈസ് ബ്രാക്കറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് xtrail. അടുത്ത് നമ്മൾ പോകുന്നത് റെനോൾട്ടിലേക്കാണ്. റെനോൾട്ട് പുതിയ വാഹനങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. റെനോ ഡസ്റ്റർ ഹൈബ്രിഡ് ലോഞ്ച് ആവുന്ന ന്യൂസ് നമുക്ക് ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ റെനോ മിക്കവാറും 2024 ആയിരിക്കും ഡസ്റ്റർ ഹൈബ്രിഡ് ലോഞ്ച് ആവാനുള്ള സാധ്യത. റെനോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെന്നും ഒരു ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് റെനോയുടെ സൈഡിൽ നിന്ന് 2023 വാർത്ത. അടുത്ത് വരുന്നത് നമ്മൾ സ്കോഡയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്കോഡ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഒക്ടാവിയയുടെ VRS വേർഷൻ, അതായത് പെർഫോമൻസ് വേർഷനാണ്. പലരും കാത്തിരിക്കുന്ന ഒരു മോഡലായിരിക്കും VRS. അപ്പോൾ VRSന്റെ ഒരു പ്ലഗ്-ഇൻ ഹൈബ്രിഡ് വേർഷനാണ് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. വാഹനം ഒരു 45 to 50 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. വാഹനത്തിൽ ഒരു 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആണ് ഉപയോഗിക്കുന്നത്. അതൊരു 245 bhp 400 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. കൂടാതെ ഒരു 13 kW ഒരു മോട്ടോർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഹൈബ്രിഡ് മോഡൽ ആയതുകൊണ്ട് ആ ഹൈബ്രിഡ് മോഡലിൽ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ 60 കിലോമീറ്ററോളം ഇലക്ട്രിക് ആയിട്ട് തന്നെ ആ വാഹനം ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ വാഹനം 2023 മിഡോടെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത് വരുന്നത് സ്കോഡയിൽ നിന്നൊരു SUV ആണ്. അതൊരു ഓൾ ഇലക്ട്രിക് SUV ആണ്. അത് കോഡിയാക്കിനെക്കാളും ചെറിയൊരു SUV ആയിട്ടാണ്, 5 സീറ്റർ മോഡലായിട്ടാണ് വരുന്നത്. അതൊരു CBU ആയിട്ടാണ് വരുന്നത്. അതൊരു 515 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വാഹനമാണ്.
അതിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന 88 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും 265 bhp വരുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് ഇലക്ട്രിക് വാഹനമാണ് വരുന്നത്. അതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് 2648 മില്ലിമീറ്റർ ലെങ്തും 1648 മില്ലിമീറ്റർ വിഡ്ത്തും ഒക്കെയാണ് വരുന്നത്. അതൊരു mid-23 സ്കോഡ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ പോകുന്ന വോക്സ്വാഗനിലേക്കാണ്. വോക്സ്വാഗൻ അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനത്തെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. ആ വാഹനത്തിന്റെ കോഡ് നെയിമാണ് ID4. വോക്സ്വാഗൻ MEV പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ ക്ലെയിംഡ് റേഞ്ച് പറയുന്നത് ഒരു 450 കിലോമീറ്റേഴ്സ് ആണ്. ഇതൊരു പുതിയ ശ്രമമാണ് വോക്സ്വാഗൻ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടിഗ്വാൻ ഓൾ സ്പേസിനെക്കാളും ചെറിയൊരു വാഹനമായിരിക്കും ഇതെന്നാണ് വോക്സ്വാഗൻ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2023 വരാൻ പോകുന്ന വാഹനങ്ങൾ. ഇതുപോലെ വോൾവോ, BMW, മെഴ്സിഡസ്, ഫെറാറി അങ്ങനെ കുറേ വാഹന നിർമ്മാതാക്കൾ അവരുടെ പുതിയ പുതിയ മോഡൽസിനെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതൊന്നും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വാഹനം ലോകത്തിന്റെ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും ഹൈബ്രിഡിലോട്ടും ഇലക്ട്രിക്കിലോട്ടും ഒക്കെയാണ് തിരിയുന്നത്. നിരവധി ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുമാണ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2023 വരാൻ പോകുന്ന വാഹനത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.